ഹലോ എവരിവൺ. എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഏജ് 2020 ഇവിടെ കയറിയത്. അന്ന് എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. ഹൈഡ്രോ കാർബൺസ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റീൻസിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, നൈട്രേഷൻ, ഹൈഡ്രോജനേഷൻ, സൾഫറേഷൻ, ഫിലിപ്രഫ്, അൽക്കലേഷൻ, ഫിലിപ്രഫ്, അസ്റ്ററേഷൻ ഇതെല്ലാം നമ്മൾ കണ്ടിരുന്നു. റീൻസിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. പിന്നെ നമുക്ക് പറയാനുള്ളത് അതിന്റെ മെക്കാനിസം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ 3 സ്റ്റെപ്പാണുള്ളത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് ദി ഇലക്ട്രോഫൈൽ. ഓക്കെ, ഇലക്ട്രോഫൈൽ നമ്മളിവിടെ ഇ വെച്ചാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മൾ വരച്ച് കാണിക്കുക ഇലക്ട്രോഫൈൽ ഇ എഴുതിയാണ് കാണിക്കുന്നത്. ജനറേഷൻ ഓഫ് ദി ഇലക്ട്രോഫൈൽ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ദി കാർബോകാറ്റൈഡ് ഇന്റർമീഡിയറ്റ്. ഇന്റർമീഡിയറ്റ് ആയിട്ട് കാർബോകാറ്റൈഡ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് നമ്മൾ 1 മീഥൈൽ പ്രൊപ്പൈൻ ഗേറ്റിന്താണ് ഫിലിപ്രാഫ്റ്റ് അൽക്കലേഷൻ നടക്കാൻ നോക്കിയിട്ട് നമുക്ക് കിട്ടിയത് ഐസോപ്രൊപ്പൈൽ ബെൻസിൻ അല്ലേ. അതിന്റെ കാരണം എന്താണ്? ഇവിടെ കാർബോകാറ്റൈഡ് ഇന്റർമീഡിയറ്റ് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഫോർമേഷൻ കാർബോകാറ്റൈഡ് ഇന്റർമീഡിയറ്റ് ആണ്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് പ്രോട്ടോൺസ് ഫ്രം ദി കാർബോകാറ്റൈഡ് ഇന്റർമീഡിയറ്റ് നമുക്ക് പ്രോട്ടോണെ റിമൂവ് ചെയ്യും. അപ്പൊ അത് ഇലക്ട്രോഫൈൽ ഉണ്ടാവുന്നു. രണ്ടാമത് കാർബോകാറ്റൈഡ് ഇന്റർമീഡിയറ്റ് ഉണ്ടാവുന്നു. നമ്മുടെ കാർബോകാറ്റൈഡ് ഇന്റർമീഡിയറ്റ് നിന്ന് പ്രോട്ടോണെ കളയും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ജനറേഷൻ ഓഫ് ദി ഇലക്ട്രോഫൈൽ. ഡ്യൂറിംഗ് ക്ലോറിനേഷൻ, ആൽക്കൈലേഷൻ, അസൈലേഷൻ ഓഫ് ബെൻസീൻ, anhydrous aluminum chloride being a loose acid helps in the generation of the electrophile Cl+, R+, RCO+. അപ്പൊ നമ്മുടെ ലൂയിസ് ആസിഡ്, നമുക്കറിയാം ലൂയിസ് ആസിഡ് എന്താണ്? ഇലക്ട്രോൺ അക്സെപ്റ്റർ ആണ്. ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയതുകൊണ്ട് അത് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇലക്ട്രോഫൈലിനെ ഉണ്ടാക്കുന്നു. ഇല്ല, ഇപ്പം ക്ലോറിനേഷൻ ആണെങ്കിൽ Cl+, ആൽക്കൈലേഷൻ ആണെങ്കിൽ R+, അസൈലേഷൻ ആണെങ്കിൽ RCO+, ഇതെല്ലാം ഇലക്ട്രോഫൈൽസിനെ അവിടെ ഉണ്ടാക്കും. ഓക്കെ, ക്ലോറോണിയം അയോൺ നമ്മുടെ കാർബോകേറ്റോൺ. ആൽക്കൈൽ ഗ്രൂപ്പിനാണെങ്കിൽ ഇതായിരിക്കും അവിടുത്തെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്. CO+, ഇതെല്ലാം ലൂയിസ് ആസിഡിന്റെ സഹായത്തോടെ ഉണ്ടാകുന്ന ഇലക്ട്രോഫൈൽ. ഇൻ ദി കേസ് ഓഫ് നൈട്രേഷൻ, the electrophile nitronium ion is produced by transfer of the proton from sulfuric acid to nitric acid in the following manner. ഇപ്പൊ എന്താണ് ഇവിടെ നൈട്രേഷന്റെ കേസിൽ നമ്മൾ HNO3 H2SO4 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇപ്പൊ അവിടെ സംഭവിക്കുന്ന അവിടെ സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് പ്രോട്ടോണെ ട്രാൻസ്ഫർ നടത്തിക്കൊണ്ടാണ് അവിടെ NO2+ ഇലക്ട്രോഫൈൽ ഉണ്ടാകും. അപ്പോൾ നോക്കാം നമ്മൾ സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡ്. ഓക്കെ, ഇപ്പൊ സൾഫ്യൂരിക് ആസിഡ് എന്താണ്? ഒരു പ്രോട്ടോണിനെ കൊടുക്കുന്നു, ഇവിടെ ഇതുണ്ടാകും. ഓക്കെ, എന്നിട്ട് ഈ NO2 ഈ ബോണ്ട് ഇങ്ങോട്ട് കൊടുക്കുന്നു. ആ പ്ലസ് ചാർജിന് ഒഴിവാക്കാൻ വേണ്ടി ഈ ബോണ്ട് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ NO2+ നൈട്രോണിയം അയോൺ അവിടെ കിട്ടുന്നു. അതാണ് അവിടുത്തെ ഇലക്ട്രോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് പ്രോട്ടോണിനെ നൈട്രിക് ആസിഡിനെ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രോട്ടോണേറ്റ് നൈട്രിക് ആസിഡ് ഉണ്ടാവും. ഇല്ലേ, H+ കയറുന്നതുകൊണ്ട് ഓക്സിജൻ ഒരു പ്ലസ് ചാർജ് കിട്ടും. അപ്പൊ ആ ബോണ്ട് വലിച്ചുകൊണ്ട് ആ ഓക്സിജന് പ്ലസ് ചാർജിനെ കളഞ്ഞ് അത് H2 ആയിട്ട് പോകും. എന്നിട്ട് NO2 നൈട്രോണിയം അയോൺ അവിടെ ഇലക്ട്രോഫൈൽ ആയിട്ട് റെഡി ആയിട്ട്. ഓക്കെ, ഇറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് in the process of generation of hydronium ion, sulfuric acid serves as an acid. അപ്പോൾ അവിടെ ഈ നൈട്രോണിയം അയോൺ ഉണ്ടാകുന്ന പ്രോസസ്സ് സൾഫ്യൂരിക് ആസിഡ് ആസിഡ് ആയിട്ടും നൈട്രിക് ആസിഡ് ബേസ്ഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം എന്താ? സൾഫ്യൂരിക് ആസിഡ് ആണ് നൈട്രിക് ആസിഡിന് H+ കൊടുക്കുന്നത്. നൈട്രിക് ആസിഡ് H+ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താണ്? H+ കൊടുക്കുന്ന ആളാണ് ആസിഡ്, വാങ്ങുന്ന ആളാണ് ബേസ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കാർബോകാറ്റൈഡ്. Attack of electrophile results in the formation of sigma complex or areninium ion, in which one of the carbon is sp3 hybridase. ഇപ്പൊ നമ്മുടെ ഇലക്ട്രോഫൈൽ നമ്മുടെ aromatic compound അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താണ് അവിടെ കാർബോകാറ്റൈഡ് ഉണ്ടാകും. അപ്പൊ നോക്കാം, ഇവിടെ ഈ ബോണ്ട് നമ്മുടെ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇല്ലേ, ഇപ്പൊ ഇവിടെ ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ആ പ്ലസ് ചാർജിന് ന്യൂട്രലൈസ് ചെയ്യുന്നു. ഇവിടെ എന്താ? ഇവിടെ ഒരു പ്ലസ് ചാർജ് ബാക്കി വരും. ഇപ്പൊ ഇതാണ് ഇവിടെ ഉണ്ടായ നമ്മുടെ കാർബോകാറ്റൈഡ് ഉണ്ട്, അവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ട്. അപ്പൊ ഈ ഇന്റർമീഡിയറ്റ് നമ്മൾ വിളിക്കുന്നതാണ് അരീനിയം അയോൺ. ദി അരീനിയം അയോൺ ഗെറ്റ് സ്റ്റെബിലൈസ് ബൈ റെസൊണൻസ്. ഇപ്പൊ അരീനിയം അയോൺ എന്താണ്? റെസൊണൻസ് വഴിയാണ് സ്റ്റെബിലൈസ് ആവുന്നത്. ഇല്ല, നമുക്ക് ബെൻസീൻ തമ്മിൽ റെസൊണൻസ് ഒരുപാടുണ്ട്. ഇല്ലേ, അപ്പൊ നമുക്ക് അരീനിയം അയോൺ റെസൊണൻസ് വഴി സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. Sigma complex or areninium ion loses its aromatic character because delocalization of electrons stop at sp3 hybridized carbon. ഈ അരീനിയം അയോൺ എന്താണ്? അരോമാറ്റിക് ക്യാരക്ടർ ഇല്ല. കാരണം എന്താ? നമ്മൾ അരോമാറ്റിക് ക്യാരക്ടർ ഉണ്ടാണെങ്കിൽ പറഞ്ഞ് കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് വേണമെന്ന് പറയാം. പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്തിരുന്ന കാർബൺ എന്താണ്? sp3 ഹൈബ്രിഡൈസ് കാർബൺ ആണ്. അപ്പൊ അവിടെ എന്താണ്? ഈ ഡീലോക്കലൈസേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് എന്താണ്? അരോമാറ്റിക് ചാർജ് നഷ്ടപ്പെടുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? റിമൂവൽ ഓഫ് പ്രോട്ടോൺ. To restore the aromatic character, sigma complex releases proton from the sp3 hybridized carbon. നമ്മൾ ഇലക്ട്രോഫൈൽ കയറി അറ്റാക്ക് ചെയ്ത കാർബണിന്റെ ഒരു ഹൈഡ്രജൻ അല്ലേ, ആ ഹൈഡ്രജൻ നമ്മൾ പ്രോട്ടോൺ ആയിട്ട് കളയുമ്പോൾ നമ്മുടെ ഈ അരീനിയം അയോണിന് തിരിച്ച് അതിന്റെ അരോമാറ്റിക് ക്യാരക്ടർ കിട്ടും. അതാണ് റിലീസസ് പ്രോട്ടോൺ ഫ്രം ദി sp3 hybridized carbon on attack by AlCl4-. കേസ് ഓഫ് ഹാലോജനേഷൻ, ആൽക്കൈലേഷൻ നമ്മൾ അവിടെ ലൂയിസ് ആസിഡ് വർക്ക് ചെയ്യുന്ന AlCl3 AlCl4 മാറി അതാണ് ഈ പ്രോട്ടോൺ വാങ്ങിക്കൊണ്ട് പോകുന്നത്. നൈട്രേഷന്റെ കേസിൽ HSO4- ആണ് പ്രോട്ടോണിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കാം AlCl4- പ്രോട്ടോണ്
വാങ്ങിക്കൊണ്ട് അതിന്റെ HCl AlCl3 ആയിട്ട് മാറി. HSO4 മൈനസ് എന്താണ്, അതും H+നെ വാങ്ങി H2SO4 ആയിട്ട് മാറി. ഓക്കെ, ഇതാണ് അതിന്റെ 3 സ്റ്റെപ്പ് എന്നുള്ളത്. എന്താണ്, ആദ്യം ഇലക്ട്രോഫൈൽ ഉണ്ടാവുന്നു, പിന്നെ നമ്മുടെ കാർബോക്യാൻ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ അരീനിയം അയൺ ഉണ്ടാകുന്നു, അതിനുശേഷം സ്റ്റെപ്പ് പ്രോട്ടോണെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അതെ, addition reaction under vigorous conditions, that is at high temperature and or pressure in the presence of nickel catalyst, hydrogenation of benzene gives cyclohexane. അപ്പോൾ നമ്മൾ വിഗറസ് കണ്ടീഷൻ എന്താണ്, ഹൈ ടെമ്പറേച്ചറിൽ ആൻഡ് പ്രഷറിൽ നിക്കൽ കാറ്റലിസ്റ്റ് പ്രസ്സിൽ നമ്മൾ ബെൻസീൻ ഹൈഡ്രോജനേഷൻ നടത്തുമ്പോൾ നമുക്ക് എന്താണ് സൈക്ലോഹെക്സേൻ കിട്ടുന്നത്. എന്ന് വെച്ചാൽ അൺസാച്ചുറേഷൻ മൊത്തം മാറി സാച്ചുറേറ്റഡ് ആകും, നമുക്ക് സൈക്ലോഹെക്സേൻ കിട്ടും. അപ്പോൾ ബെൻസീൻ പ്ലസ് CH2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ ഹീറ്റ് ചെയ്യുന്നു, നമുക്ക് സൈക്ലോഹെക്സേൻ കിട്ടും. അൾട്രാവയലറ്റ് ലൈറ്റ് 3 chlorine molecules add to benzene to produce benzene hexachloride, which is also called gamma-hexane. ബെൻസീനെ നമ്മൾ UV ലൈറ്റ് വെച്ച് ക്ലോറിനേറ്റ് ചെയ്യുന്നു, UV ലൈറ്റ് വെച്ച്. അപ്പൊ നമുക്ക് എന്താണ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ് അല്ലെങ്കിൽ ഗാമാക്സൈൻ. ഓക്കെ, അടുത്ത റിയാക്ഷൻ പറയുന്നത് കമ്പഷൻ റിയാക്ഷൻ. പിന്നെ ഹീറ്റഡ് ഇൻ എയർ, നമുക്കറിയാം എല്ലാ ഹൈഡ്രോ കാർബൺസ് കമ്പഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവസാനത്തെ പ്രൊഡക്റ്റ് എന്താണ്, CO2 വാട്ടറും ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഹീറ്റഡ് ഇൻ എയർ ബെൻസീൻ ബേൺസ് സൂട്ടി ഫ്ലെയിം പ്രൊഡ്യൂസിങ് CO2 ആൻഡ് H2. ബെൻസീന സൂട്ടി ഫ്ലെയിം എന്താണ്, കമ്പഷൻ നടക്കുമ്പോൾ സൂട്ടി ഫ്ലെയിം ആണ് കിട്ടുന്ന പ്രൊഡക്ട്സ് CO2 H2 ആണ്. ജനറൽ കമ്പഷൻ റിയാക്ഷൻ ഫോർ എനി ഹൈഡ്രോ കാർബൺ മേ ബി ഗിവൺ ബൈ ദി ഫോളോയിങ് കെമിക്കൽ. ഏതൊരു ഹൈഡ്രോ കാർബണിന്റെയും കമ്പഷൻ റിയാക്ഷൻ ഇക്വേഷൻ ആണ് തന്നേക്കുന്നത്. CXHY പ്ലസ് X പ്ലസ് Y/4O2 gives XCO2 പ്ലസ് Y/2 H2. ഇതാണ് ഏതൊരു കമ്പഷൻ റിയാക്ഷന്റെയും ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് എ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിൻ. ബെൻസിനിൽ ഒരു ഹൈഡ്രജൻ മാറി വേറൊരു ഗ്രൂപ്പ് വന്നാൽ അത് അറ്റാക്കിംഗ് റിയേജന്റിനെ എങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. When monosubstituted benzene is subjected to further substitution, 3 possible disubstituted products are not formed in equal amounts. അല്ലേ, അപ്പൊ നമുക്കറിയാം ഒരു മോണോസബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ ഉണ്ട്, അതിനെ നമ്മൾ ഫർദർ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ നമുക്ക് 3 ഐസോമർ ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ, ഓർത്തോ ഐസോമർ, മെറ്റാ ഐസോമർ, പാരോ ഐസോമർ. ഈ ഉണ്ടാവുന്ന ഐസോമേഴ്സ് എന്താണ്, ഈക്വൽ എമൗണ്ട് ഇല്ല ഉണ്ടാകും. 2 types of behavior are observed, either ortho and para products or meta product is predominant short. ഇപ്പൊ ഒന്നെങ്കിൽ ഓർത്തോയും പാര ആയിരിക്കും എന്താണ് പ്രോഡോമിനന്റ് ആയിട്ട് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ മെറ്റാ പ്രൊഡക്റ്റ് ആയിരിക്കും മേജർ ആയിട്ട് ഉണ്ടാവും. It has also been observed that this behavior depends on the nature of the substituent already present in the benzene ring and not on the nature of the entry group. എന്താണ്, ബെൻസീൻ ഓൾറെഡി മോണോസബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗ്രൂപ്പ് കയറി നിൽപ്പുണ്ട്, ആ കയറി നിൽക്കുന്ന ഗ്രൂപ്പിനെ എന്താണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഓർത്തോ ആൻഡ് പാരോ ആയിരിക്കുക അല്ലെങ്കിൽ മെറ്റ ആയിരിക്കുക എന്നുള്ളത്. ദിസ് ഇസ് നോൺ ആസ് ദി ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിനാണ് നമ്മൾ ഡയറക്റ്റീവ് ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കാരണങ്ങൾ എന്താണ്, ഒന്നുകിൽ ഓർത്തോ പാര കൂടുതൽ ഉണ്ടാവുന്നു അല്ലെങ്കിൽ മെറ്റ കൂടുതൽ ഉണ്ടാവുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് ഇനി പറയാൻ പോകും. അപ്പൊ ആദ്യം ഓർത്തോ ആൻഡ് പാര ഡയറക്റ്റ് ഗ്രൂപ്പ്. ദി ഗ്രൂപ്പ്സ് വിച്ച് ഡയറക്റ്റ് ഇൻകമിംഗ് ഗ്രൂപ്പ് ടു ഓർത്തോ ആൻഡ് പാര ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ഓർത്തോ ആൻഡ് പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ്. ഇപ്പൊ ഓർത്തോ പാര ക്വസ്റ്റ്യനിലേക്ക് ഗ്രൂപ്പ്സിനെ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്. As an example, let us discuss the direct influence of phenolic group. ഇല്ല, OH ഗ്രൂപ്പ് അതെങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു നമുക്ക് നോക്കാം. റെസൊണൻസ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം, റെസൊണൻസ് വരയ്ക്കുമ്പോൾ നോക്കാം, അതുകൊണ്ട് പൊസിഷനിലും ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും അല്ലേ മൈനസ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ് റെസൊണൻസ് അല്ലേ. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദി എബോവ് റെസൊണേറ്റീവ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ദി electron density is more on ortho and para position. Hence, the substitution takes place mainly at these places. നമുക്കറിയാം നടക്കുന്ന മെയിൻ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണല്ലോ. അപ്പം ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയ സ്ഥലത്തേക്ക് ആയിരിക്കും നമ്മുടെ ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ OH ഗ്രൂപ്പ് ഇരിക്കുമ്പോൾ എന്താ, അതൊരു റിംഗ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഓർത്തോ പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോഫൈൽ വന്ന് നോക്കുമ്പോൾ ഇലക്ട്രോൺ കൂടുതലുള്ളത് ഈ പൊസിഷനിലാണ്, അപ്പൊ അത് അവിടെ അറ്റാക്ക് ചെയ്യും. However, it may be not a type of lightly reduced. നമുക്കറിയാം OH ഗ്രൂപ്പിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അതിന് പ്ലസ് ആർ എഫക്ട് ഉണ്ട്, പക്ഷേ അതിന് ഒരു മൈനസ് ആയ എഫക്ട് ഉണ്ട്. OH എന്ന് പറയുന്ന ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്, കാർബൺ വെച്ച് നോക്കും, അതിനൊരു മൈനസ് ആയ എഫക്ട് ഉണ്ട്. പക്ഷെ അത് കാരണം അതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓർത്തോ പാരാ പൊസിഷനിൽ ഇച്ചിരി കുറയും, പക്ഷേ മെയിൻ ആയിട്ട് ഈ എഫക്ട് ആണ് അവിടെ നിൽക്കുന്നത്. Therefore, OH group activates the benzene ring for the attack by an electrophile. അപ്പം OH ഗ്രൂപ്പ് റിങ്ങിലേക്ക് ഇലക്ട്രോണിനെ കൊടുക്കുന്നതുകൊണ്ട് അത് നമ്മൾ റിംഗ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബെൻസീൻ റിംഗ് ആക്ടിവേറ്റ് ചെയ്യുന്നു നമുക്ക് പറയാം. ഓക്കെ, അതർ എക്സാമ്പിൾസ് ഓഫ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പൊ എന്താണ്, നമുക്കറിയാം ഓക്സിജന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ് അത് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആയത്. അപ്പൊ അതേപോലെ തന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ഗ്രൂപ്പുകളായിരിക്കും
ബാക്കി ഇതിന്റെ എക്സാമ്പിൾ ഇപ്പൊ നോക്കാം. NH2, NHR, NHCO, CH3, OCH3, CH3, C2H4. ഓക്കെ, ഇല്ല നമുക്ക് CH3, C2H നമ്മൾ പഠിച്ചിട്ട് ഹൈപ്പർ കോഞ്ചുഗേഷൻ വഴി ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പ് ഒക്കെ. അതുകൊണ്ട് അതും റിംഗ് ആക്ടിവിറ്റി ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇൻ ദി കേസ് ഓഫ് അറൈൽ ഹാലൈഡ്സ്, ഹാലജൻസ് ആർ മോഡറേറ്റ്ലി ഡീആക്ടിവേറ്റ്. അറൈൽ ഹാലൈഡ്സ് ആണെങ്കിൽ, ഹാലജൻസ് അറിയാം നമുക്ക് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഒരു moderately deactivating group. Because of their strong minus effect, overall electron density on benzene ring decreases. It makes further substitution difficult. However, due to resonance, the electron density in ortho-para position is greater than that of the meta position. Hence, they are also ortho-para direct. So, നമ്മൾ OH ഗ്രൂപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഹാലജൻസിന് മൈനസ് എഫക്ട് ഇച്ചിരി കൂടെ സ്ട്രോങ് ആണ്. അപ്പൊ അവർക്ക് സ്ട്രോങ് ആയിട്ട്, എന്നാലും ഇവർക്കും റെസൊണൻസ് വഴി ഓർത്തോ-പാര പൊസിഷൻസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നുണ്ട്. അതുകൊണ്ട് അവർ എന്താണ് ഓർത്തോ-പാര ഡയറക്റ്റിംഗ് പ്രോഡക്ട്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ ക്ലോറോബെൻസീനിലെ റെസൊണൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആ കേസിലും നമുക്ക് നോക്കുക ഓർത്തോ പൊസിഷനിലും പാര പൊസിഷനിലും ഒക്കെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നുണ്ട്. അപ്പൊ ഏത് ഗ്രൂപ്പുകളാണ് മെറ്റാ ഡയറക്റ്റ് ഗ്രൂപ്പുകളാണ് ആക്റ്റീവ്? അപ്പൊ നോക്കാം. The groups which direct the incoming group to meta positions are called meta direct groups. Some examples of meta direct groups are NO2, CN, CHO, COR, COOH, COOR, SO3 group. ഈ ഗ്രൂപ്പുകളാണ് എന്ത് മെറ്റാ ഡയറക്റ്റ് ഗ്രൂപ്പുകളായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഇവര് റിങ്ങിൽ നിന്ന് ഇലക്ട്രോൺസിനെ വാങ്ങുന്ന ആൾക്കാരാണ്, ഈ റിങ്ങിനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ എന്താണ് അങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും പ്ലസ് ചാർജ് വരും, അല്ലെ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കുന്ന ആൾക്കാരാണ് ഇവർ. അതുകൊണ്ട് മെറ്റാ പൊസിഷനിൽ മാത്രമായിരിക്കും ഓർത്തോ പൊസിഷനെയും പാരാ പൊസിഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. അപ്പം നമ്മുടെ അറ്റാക്കിംഗ് റീജിയന് കയറി മെറ്റാ പൊസിഷനെ അറ്റാക്ക് ചെയ്യും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നൈട്രോബെൻസീന്റെ റെസൊണൻസ് ഇവിടെ വരച്ചു. അപ്പൊ നൈട്രോബെൻസീൻ എന്താണ്, സ്ട്രോങ് മൈനസ് എഫക്ട് ഉള്ള ആളാണ്. അപ്പൊ ബെൻസീൻ റിങ്ങിന് ഇലക്ട്രോണെ വലിക്കുമ്പോൾ നമുക്ക് നോക്കാം ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും പ്ലസ് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നതായിട്ട് നമുക്ക് കാണാം. In this case, the overall electron density on benzene ring decreases, making further substitution difficult. അല്ലേ, അപ്പൊ എന്താണ് ബെൻസീൻ റിംഗിൽ എന്താണ് ഓൾറെഡി ഇവര് എന്താണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറച്ചു, അതുകൊണ്ട് ഇവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വളരെ പാടാണ്. Therefore, these groups are also called deactivating groups. ബെൻസീൻ റിംഗിന് ഇലക്ട്രോൺ വലിക്കുന്നതുകൊണ്ട് ഇവരെ deactivating groups എന്നാണ് വിളിക്കുന്നു. The electron density in ortho and para position is comparatively less than that meta position. മെറ്റാ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനിലും ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്, ഫസ്റ്റ് ചാർജ് അവിടെ വരുന്നുണ്ട്. Hence, the electrophile attacks on comparatively electron-rich meta position. അതുകൊണ്ട് ഓർത്തോ പാരകളും കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ള മെറ്റാ പൊസിഷനിലേക്ക് കയറി നമ്മുടെ റിയേജന്റ് ഏരിയ അറ്റാക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സുകൾ ഉണ്ടെങ്കിൽ റിംഗ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണെങ്കിൽ നമുക്ക് മെറ്റാ പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. റിംഗ് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ഓർത്തോ പാര ഡൈ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ് ആയിരിക്കും കിട്ടും. ഓക്കെ, അടുത്ത കാർസിനോജെനിസിറ്റി ആൻഡ് ടോക്സിസിറ്റി. Benzene and polynuclear hydrocarbons containing more than 2 benzene rings fused together are toxic and said to possess cancer producing property. ബെൻസീനും പോളിന്യൂക്ലിയർ ഹൈഡ്രോകാർബൺസ് എന്താണ്, രണ്ടിൽ കൂടുതൽ ബെൻസീൻ റിംഗ്സ് ഫ്യൂസ് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ എന്താണ് ടോക്സിക്കും അവർ കാർസിനോജനിക്കുമാണ്, ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ്. Such polynuclear hydrocarbons are formed on incomplete combustion of organic materials like tobacco, coal and petrol. ഇപ്പൊ ടൊബാക്കോ, കോൾ, പെട്രോൾ ഇവരുടെ എല്ലാം ഇൻകംപ്ലീറ്റ് കമ്പഷൻ വഴി ഇങ്ങനെ എന്താണ് രണ്ടിൽ കൂടുതൽ റിംഗ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്, ബെൻസിൻ റിംഗ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അവർ കാർസിനോജനിക്. Enter into human body and undergoes various biochemical reactions and finally damage DNA and causes cancer. ഇപ്പൊ ഇവര് DNA ഡാമേജ് ചെയ്തുകൊണ്ട് ക്യാൻസർ കോസ് ചെയ്യുന്നു. ഇപ്പൊ കുറച്ച് കാർസിനോജനിക് ഹൈഡ്രോകാർബൺസ് ഇവിടെ തന്നിട്ടുണ്ട്. 1,2 ബെൻസാന്ത്രസീൻ, 3-methyl കൊളാന്ത്രീൻ, 1,2 ബെൻസ്പൈറേറ്റ്. ഇതെന്താണോ ഇപ്പൊ നമുക്ക് എല്ലാത്തിലും രണ്ടിൽ കൂടുതൽ ബെൻസീൻ റിംഗ് ഫ്യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. 1,2,5,6 ഡൈ ബെൻസാന്ത്രസീൻ, 9,10 ഡൈമിഥൈൽ 1,2 ബെൻസാന്ത്രസീൻ. ഇവരെല്ലാം കാർസിനോജനിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ. ഓക്കെ, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഹൗ ഡു യു അക്കൗണ്ട് ഫോർ ദി ഫോർമേഷൻ ഓഫ് ഈഥൈൻ ഡ്യൂറിംഗ് ക്ലോറിനേഷൻ ഓഫ് മീഥൈൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാൻ നമ്മൾ മീഥൈന്റെ ക്ലോറിനേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെ, ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴി നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ എങ്ങനെ ഈഥൈൻ ഉണ്ടാവുന്നു എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം അവിടെ ആദ്യം എന്താ സംഭവിക്കുന്നത്, അവിടെ Cl2 മോളിക്യൂൾ ഇവിടെ രണ്ട് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ആവും. ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ പോയി നമ്മുടെ മീഥൈനെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, മീഥൈനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, നമുക്കിവിടെ മീഥൈൽ ഫ്രീ റാഡിക്കലും HCl-ഉം ഉണ്ടാകും. ഈ മീഥൈൽ ഫ്രീ റാഡിക്കൽ പോയി
വേറെ Cl2 മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് വീണ്ടും മീഥൈൽ ക്ലോറൈഡും ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കലും ഉണ്ടാവും. ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ മീഥൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ വേറെയും കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് ഏതൊക്കെയാണ്? ഈ റിയാക്ഷൻ ഇങ്ങനെ ഒന്നുകിലും ഈ റിയാക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ CH3Cl വീണ്ടും ഈ മീഥൈൽ ഉണ്ടായ ക്ലോറിൻ ഫ്രീ റാഡിക്കലായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് വീണ്ടും ഫ്രീ റാഡിക്കൽ ഉണ്ടായി. ആ ഫ്രീ റാഡിക്കൽ വീണ്ടും ക്ലോറിനായിട്ട് റിയാക്ട് ചെയ്ത് CH2Cl2 ഉണ്ടാവാം. ഈ റിയാക്ഷൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരുന്ന CH3 ഉണ്ടാവാം, CCl4 ഇതെല്ലാം ഉണ്ടാവാം. ഓക്കെ, ഈ റിയാക്ഷൻ നിൽക്കണമെങ്കിൽ ടെർമിനേഷൻ സ്റ്റെപ്പ് എങ്ങനെ ഉണ്ടാവും? ടെർമിനേഷൻ സ്റ്റെപ്പ് ഒന്നെങ്കിൽ നമ്മളെ ബാക്കിയുള്ള മീഥൈൽ ഫ്രീ റാഡിക്കലും ക്ലോറിൻ ഫ്രീ റാഡിക്കലും എല്ലാം യൂസ് ചെയ്ത് തീരണം അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ തമ്മിൽ റിയാക്ട് ചെയ്തു ക്ലോറിനായിട്ട് പോവാം. അല്ലെങ്കിൽ രണ്ട് മീഥൈൽ ഫ്രീ റാഡിക്കൽ തമ്മിൽ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് C2H6 അല്ലെങ്കിൽ ഈഥൈനും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രീ റാഡിക്കൽസ് തമ്മിൽ റിയാക്ട് ചെയ്ത് ടെർമിനേഷൻ സ്റ്റെപ്പിലെ ഫ്രീ റാഡിക്കൽസ് വഴി തമ്മിൽ റിയാക്ട് ചെയ്താണ് നമുക്ക് ഈഥൈൻ അവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതൊരു മൈനർ പ്രൊഡക്റ്റ് ആയിരിക്കും. മെയിൻ പ്രൊഡക്റ്റ് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ആയിരിക്കും കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി IUPAC നെയിംസ് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. തന്നിരിക്കുന്ന കോമ്പൗണ്ട്സ് IUPAC നെയിം എഴുതാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് എഴുതാം. 9.2 CH3 CH ഡബിൾ ബോണ്ട് C CH3 ഇപ്പൊ നമ്മളിവിടെ ആദ്യം ഒന്നോടെ എഴുത്ത് കഴിഞ്ഞു. എന്നൊക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇപ്പൊ ഡബിൾ ബോണ്ട് വരുന്ന ലോങ്സ്റ്റ് ചെയിൻ ഓഫ് കാർബൺ നമ്മൾ എടുക്കാം. അതുപോലെ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് പൊസിഷൻ കിട്ടണം, സബ്സ്റ്റിറ്റ്യൂഷൻസിന് ലോവസ്റ്റ് പൊസിഷൻ കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യണം. അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇല്ലേ? അപ്പം ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ ഡബിൾ ബോണ്ട് വന്നു, തേർഡ് കാർബണിന് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്, തേർഡ് പൊസിഷന് ബ്രാഞ്ചിങ് ചെയ്യുന്നു നമുക്ക് പറയാം. നമ്മൾ റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്താൽ 1 2 3 4 ഇവിടെ എന്താണ്, ഇവിടെ സെക്കൻഡ് പൊസിഷൻ ഡബിൾ ബോണ്ട് വന്നു, പക്ഷേ സെക്കൻഡ് കാർബണിനാണ് ബ്രാഞ്ചിങ് വന്നത്. അപ്പൊ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റോട്ടായിരിക്കണം നമ്പർ ചെയ്യേണ്ടത്. നമ്പർ ചെയ്തിട്ട് നമ്മൾ ലോങ്ങസ്റ്റ് 4 കാർബണിലാണ്. സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അത് ആദ്യം എഴുതുക, സബ്സ്റ്റിറ്റ്യൂന്റ് ആദ്യം എഴുതുക. എന്താണ് സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ 2 മീഥൈൽ 4 കാർബൺ ഉള്ള ചെയിൻ. അതുകൊണ്ട് ബ്യൂട്ട് സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ ഡബിൾ ബോണ്ട് വരുന്നുണ്ട്, ബ്യൂട്ട് 2E. ഇങ്ങനെ നമ്മൾ അതിനെ നെയിം ചെയ്യും. ഓക്കെ, അടുത്ത നോക്കാം. CH2CH C ട്രിപ്പിൾ ബോണ്ട് CH. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കിവിടെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടിനെയും കൂടെ നമ്പർ ചെയ്യുമ്പോൾ നമ്പർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, രണ്ടിനെയും കൂടെ ലോക്കേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ചെറിയ നമ്പർ കിട്ടും. അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് നമ്പർ ചെയ്യുന്നതെങ്കിൽ 1 2 3 4 5, റൈറ്റിൽ നിന്ന് 1 2 3 4 5. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് നമ്പർ ചെയ്യുന്നതെങ്കിൽ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വരുന്ന പ്രശ്നം ചെയ്താൽ ഫസ്റ്റ് കാർബണിലും തേർഡ് കാർബണിലുമാണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റോട്ടാണെങ്കിൽ സെക്കൻഡ് കാർബണിലും ഫോർത്ത് കാർബണിലാണ്. ഇവിടെ നമുക്ക് ഇവിടെ 4 കാർ കിട്ടി. എന്താണ് നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുന്നതാണ് ലോവസ്റ്റ് ലോക്കസ് കിട്ടുന്ന പൊസിഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട്. അപ്പൊ റൂട്ട് വേർഡ് പെന്റ് കൊടുക്കുക. പെന്റ് പെന്റ് 1N3N. ഓക്കെ, അടുത്ത് നോക്കാം. ഇതാണ് നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട്. അപ്പൊ നമ്മളിത് എടുത്ത് എഴുതുകയാണെങ്കിൽ ഇതെങ്ങനെ വരിക? CH2 TH 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 അല്ലേ? നമുക്ക് 4 കാർബൺ ആണ്. 1 2 3 4. അതിനകത്ത് ഫസ്റ്റ് പൊസിഷനിൽ തേർഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട്. അപ്പോൾ നമ്മൾ നെയിം ചെയ്യുമ്പോൾ ആദ്യം റൂട്ട് വേർഡ് എഴുതാം. റൂട്ട് വേർഡ് 4 കാർബൺ ആയിട്ട് ബ്യൂട്ട്. എവിടെയൊക്കെയാണ് ഡബിൾ ബോണ്ട്? ഫസ്റ്റ് പൊസിഷനിൽ തേർഡ് പൊസിഷൻ. ബ്യൂട്ട് ബ്യൂട്ട് 1 3 അല്ലേ? ഫസ്റ്റ് പൊസിഷനിൽ തേർഡ് പൊസിഷനിൽ 1 3 അല്ലേ? അല്ലെങ്കിൽ ഇത് കോമൺലി അറിയപ്പെടുന്ന ബ്യൂട്ടഡൈൻ അറിയപ്പെടും. ഓക്കെ, ഈ ബ്യൂട്ടഡൈൻ പോളിമേഴ്സ് ചാപ്റ്റർ ടീം പഠിക്കും. റബ്ബറിന്റെ മാനുഫാക്ചറിംഗ് ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് കോമ്പൗണ്ട് നമുക്ക് തന്നേക്കുന്നത് ബെൻസീൻ റിംഗ് ഉണ്ട്. അതിനൊക്കെ കാര്യം ടച്ചേക്കുന്നത് CH2 CH2 CH ഡബിൾ ബോണ്ട് CH. ഇവിടെ നമ്മൾ ആദ്യം പേരൻറ് ചെയ്തെടുക്കണം എന്ന് ആലോചിക്കാം. നമ്മൾ ബെൻസീൻ റിംഗ് എടുക്കണോ അല്ലാണ്ടുള്ള ചെയിനാണോ പേരൻറ് ചെയിൻ എടുക്കും? അപ്പൊ നമ്മൾ അല്ലാണ്ടുള്ള കാർബൺ ആലിഫാറ്റിക് കാർബൺ ചെയിൻ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അതിന് ഇല്ലേ, ഒരു എൻഡിൽ കാർബണിൽ ഫിനൈൽ റിംഗ് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ 2 സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ആ ചെയിൻ ആയിരിക്കും നമ്മൾ പേരൻറ് ചെയിൻ ആയിട്ട് എടുക്കും. ആലിഫാറ്റിക് ചെയിൻ ആണ് പേരൻറ് ചെയിൻ എടുക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്പർ ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് ചെറിയ പോർഷൻ ചെയ്യുന്ന രീതിയിൽ 1 2 3 4. ഫോർത്ത് പൊസിഷനിൽ ഫിനൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ടാണ്. അപ്പൊ അത് എഴുതുന്നു അല്ലേ? 4 ഫിനൈൽ. റൂട്ട് വേർഡ് എഴുതുമ്പോൾ 4 കാർബണിൽ ചെയിനാണ്. അതുകൊണ്ട് 4 ഫിനൈൽ ബ്യൂട്ട് ഫസ്റ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട്. അപ്പം ബ്യൂട്ട് 1 ഇങ്ങനെയാണ് അതിന്റെ പേര്. ഇതിന്റെ സിനിമ എഴുതി. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുമ്പോൾ OH എന്ന് പറയുന്ന ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് CH3 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പൊ നമ്മൾ ഒന്നുകിൽ 2 പോസിബിലിറ്റി ഉള്ളത്. നമുക്കിത് ടൊലുവിൻ എന്ന് പറഞ്ഞ് എടുത്തിട്ട് പിന്നെ OH ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫീനോൾ എന്ന് പറഞ്ഞിട്ട് CH3 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊടുക്കുക. അപ്പൊ നമുക്കറിയാം OH എന്ന് പറയുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പൊ അതിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പേരിൽ എന്തായാലും ഫിനോൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി CH3 ഗ്രൂപ്പ് ഏത് പൊസിഷനിൽ വരും? ഇപ്പൊ നമ്പർ ചെയ്യുമ്പോൾ OH ഫസ്റ്റ് കൊടുക്കുക ഇല്ലേ? OH ഗ്രൂപ്പിന് ഫസ്റ്റ് പൊസിഷൻ കൊടുത്തോണ്ട് CH3ക്ക് സെക്കൻഡ് പൊസിഷൻ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്യാം. നമ്മൾ പേര് എഴുതുമ്പോൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ടുള്ള മീഥൈൽ എടുക്കുന്നു. അപ്പൊ സെക്കൻഡ് പൊസിഷൻ മീഥൈൽ വന്നുകൊണ്ട് 2 മീഥൈൽ. ബാക്കിയുള്ളത് മൊത്തത്തിൽ നമുക്ക് ഫീനോൾ എഴുതാം. കാരണം ഫീനോൾ എന്നുള്ളത് IUPAC അക്സെപ്റ്റഡ് നെയിം.
അതുകൊണ്ട് നമുക്കത് പിന്നെ എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. CH3 CH24 CH3 CH2 CH2 CH CH2 പ്ലസ്. അപ്പൊ നമ്മളിവിടെ ലോങ്ങസ്റ്റ് ചെയിൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതാണ് ചെയിനായിട്ട് എടുക്കുന്നതെങ്കിൽ എത്ര കാർബൺ ഉണ്ട് നോക്കാം. ഇവിടെ 1, പിന്നെ ഇവിടെ 4 കാർബൺ ഇവിടെ ഓൾറെഡി 5 നോക്കാം. 5, 6, പിന്നെ 3 കൂടി വരുന്നുണ്ട്. ഇവിടെ 9, 10. അപ്പൊ അതാണ് ഇതാണ് ചെയിനായിട്ട് എടുക്കുന്നെങ്കിൽ ഇവിടെ 10 കാർബൺ. അതല്ല ഇതാണ് ചെയിനായിട്ട് എടുക്കുന്നെങ്കിൽ എത്ര കാർബൺ ഉണ്ട്? 1, 5, 6, 7, 8, ഇതും 10 ചെയിൻ. ഇതും 10 കാർബൺ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഏത് ചെയിൻ എടുക്കണം എങ്ങനെ തീരുമാനിക്കും? സോറി, ഇത് 10 കാർബൺ ഇല്ല. ഇവിടെ 2 CH3 ട്വൈസ് ആണ് വരുന്നത്. ഇവിടെ 9 കാർബൺ ഇല്ല. ഒരു CH3 എന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്നത്? ബ്രാഞ്ചിങ് ആയിട്ടാണ് അത് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയിൻ എടുക്കേണ്ടത് ഏതാണ്? മേലെയുള്ള ഈ ചെയിനാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ 10 കാർബൺ ആണ്. അപ്പൊ അത് നമ്മൾ എടുക്കാം. ഓക്കെ. അപ്പൊ ചെയിൻ നമ്മൾ ഡിസൈഡ് ചെയ്തു. ഈ നമ്പർ ചെയ്യുന്ന എവിടെ നിന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്താൽ നമ്മുടെ ബ്രാഞ്ച് വരുന്നത് 6th പൊസിഷൻ അല്ലേ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്താൽ 1, ഇവിടെ 4 ആയി, 5, 9. അപ്പൊ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നമ്പർ ചെയ്താൽ 5th പൊസിഷനിലാണ് നമ്മുടെ ബ്രാഞ്ചിങ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ചെയ്താൽ 6, റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് ചെയ്താൽ 5th. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലുള്ള നമ്പർ 5th പൊസിഷനിൽ ബ്രാഞ്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യാം. ഇത് പോയി. ഓക്കെ. ഇനി 5th ബ്രാഞ്ചിന്റെ പേര് നമുക്ക് തന്നേക്കുന്ന ബ്രാഞ്ചിന്റെ പേര് എന്താ നോക്കാം. ബ്രാഞ്ച് മാത്രം ഇങ്ങോട്ട് എഴുതുക. ഇതാണ് CH2 CH3. ഇതാണ് നമുക്ക് തന്നേക്കുന്ന ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിന്റെ പേര് നമ്മൾ എങ്ങനെ എഴുതാം? ബ്രാഞ്ചിൽ 3 മെമ്പർ ഉണ്ട്. സെക്കൻഡ് കാർബണിൽ CH3 ഗ്രൂപ്പ്. അത് 2-methyl propyl ആണ് ഇല്ലേ? അതാണ് ഇവിടുത്തെ ഈ ബ്രാഞ്ചിന്റെ പേര്. 2-methyl propyl ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് എഴുതുക. അപ്പൊ 5th പൊസിഷനിൽ 2-methyl propyl ഉണ്ട്. അപ്പൊ നമ്മൾ എടുത്ത് 5, ഈ പേര് നമ്മൾ പാരന്തസിൽ ഈ ബ്രാക്കറ്റിൽ എടുക്കും. 5, 2-methyl propyl. 5, 2-methyl propyl. ഈ റൂട്ട് വരും. കാർബൺ ചെയിൻ എത്രയാണ്? 10 കാർബൺ എടുക്കും. ഓക്കെ. 5, 2-methyl propyl. ഓക്കെ. അതാണ് ഇതിന്റെ പേര് വരും. ഓക്കെ. നമുക്ക് തന്നേക്കുന്ന ലാസ്റ്റ് കോമ്പൗണ്ട് CH3 CH ഡബിൾ ബോണ്ട് CH CH2 CH ഡബിൾ ബോണ്ട് CH CH അതിനൊരു C2H5 മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ച് ആയിട്ടുണ്ട്. CH2 CH ഡബിൾ ബോണ്ട് CH. ഇതാണ് നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ട്. ഓക്കെ. ഇതിന് നമ്മൾ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ടെർമിനൽ കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട്. അപ്പം അവിടെ നിന്ന് നമ്പർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9,
ഇങ്ങനെ വന്നേ അല്ലേ? ഇപ്പോൾ ഡബിൾ ബോണ്ട് വരുന്ന പൊസിഷൻ ഏതൊക്കെയാ? 1ഉം 5ഉം 8. ഇനി എന്തായാലും ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് നമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 2 3 4 5 7 8. എവിടെയൊക്കെ ഡബിൾ ബോണ്ട് വരുന്നത്? 2വിലും 5വിലും 9ലും ആണ്. നമ്മൾ ഓബിയസ്ലി 3 ലോക്കസ് ഉള്ള 1 5 8 ആയിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, പച്ചയിലുള്ളത് തന്നെയായിരിക്കും. മാത്രമല്ല ഫോർത്ത് പൊസിഷൻ നമുക്കൊരു ഈഥൈൽ ഗ്രൂപ്പും ഉണ്ട്. ക്ലാസ് ബ്രാഞ്ച് നമ്മൾ ആദ്യം എഴുതുന്നു 4 ഈഥൈൽ എഴുതി. ഈ റൂട്ട് വേർഡ് എന്താണ്? 10 കാർബൺ ഉള്ളതുകൊണ്ട് ഡെക്ക 3 ഡബിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് ഡെക്ക ഏതൊക്കെ പൊസിഷനിൽ? 1 5 8 ഇല്ലേ? 1 5 8 ട്രൈ ക്ലീൻ. ഇതാണ് എന്റെ പേര് വരുന്നത്. 4 ഈഥൈൽ ഡെക്ക 1 5 8 ട്രൈ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഫോർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് write structural formulas and IUPAC names for all the possible isomers having the number of double bond or triple bond as indicated. നമുക്ക് C4H8 തന്നിട്ടുണ്ട്. ഒരു ഡബിൾ ബോണ്ട് ഉള്ള എത്ര ഐസോമേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും? അതാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ആദ്യം അത് നോക്കാം. C4H8 ആണ് ഇവിടെ തന്നേക്കുന്നത്. ഒരു ഡബിൾ ബോണ്ട് ഉള്ള എത്ര ഐസോമർ നമുക്ക് വരയ്ക്കാം? ഇപ്പൊ C4H എന്ന് പറയുന്നത് എന്താണ്? ബ്യൂട്ടീന്റെ ജനറൽ ഫോർമുലയാണ് CnH2n 4 8 NH2n C4H8 വന്നല്ലേ? അപ്പൊ നമുക്ക് അത് നമുക്ക് ബ്യൂട്ട് 1 വരയ്ക്കാം അല്ലേ? CH ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH CH2 ഇതിന്റെ പേരെന്താണ്? ബ്യൂട്ട് 1E. അതേപോലെ തന്നെ അതിന്റെ പൊസിഷൻ ആയിട്ടുള്ള ബ്യൂട്ടി 2 വരയ്ക്കാം അല്ലേ? CH3 CH3 ഡബിൾ ബോണ്ട് CH CH. എന്താണ്? ഇതാണ് ബ്യൂട്ടി 2E. ഓക്കെ, ബ്യൂട്ട് 1നും ബ്യൂട്ട് 2നും നമുക്ക് എന്താണ് ചെയിൻ ഐസോമർ കാണിക്കില്ല. ചെയിൻ ലെങ്ത് വ്യത്യാസപ്പെടുത്തിയാൽ നമുക്ക് CH2 ഡബിൾ ബോണ്ട് C മേലോട്ട് ഒരു ബ്രാഞ്ച് ആയിട്ട് നമുക്ക് ഒരു CH ഗ്രൂപ്പ് കൊടുക്കാം. CH3 ഇതിന്റെ പേരെന്താ? പേരാണ് സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ട് 2-methyl pro-1 അല്ലേ? ഇനി എന്തെങ്കിലും ഐസോമർ പോസിബിൾ ആണ്? C4H8 നമുക്ക് എവിടെയും ബ്രാഞ്ചിങ്ങിന്റെ പോസിബിലിറ്റി ഒന്നുമില്ല. ഇത്രയാണ് ഉള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ബ്യൂട്ട് 1നും ബ്യൂട്ട് 2നും എന്താണ്? പൊസിഷൻ ഐസോമേഴ്സ് ആണ് അല്ലേ? പൊസിഷൻ ഐസോമേഴ്സ് 1ഉം 3ഉം 2ഉം 3. ബ്യൂട്ട് 1നും 2-methyl pro-1നും ബ്യൂട്ട് 2നും 2-methyl pro-1. ഇത് രണ്ടും എന്താണ്? ഇവിടെ രണ്ടേരും ചെയിൻ ഐസോമേഴ്സ്. ചെയിൻ ലെങ്ത്തിൽ വ്യത്യാസമാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. C5H8 ഒരു ട്രിപ്പിൾ ബോണ്ട് വേണം. ഇങ്ങനെ എത്ര ഐസോമർ ആയിരിക്കും? ട്രിപ്പിൾ ബോണ്ട്. C5H എന്ന് പറഞ്ഞാൽ പെൻഡൈൻ്റെ ജനറൽ ഫോർമുലയാണ് അല്ലേ? C5H8 CnH2n - 2 N 5 ഇട്ട് കൊടുത്താൽ C5H8 ആണ് കിട്ടുക. നമുക്ക് ആദ്യം സ്ട്രേറ്റ് ആയിട്ടുള്ള ഐസോമേഴ്സ് ഏതൊക്കെയാണ്? സ്ട്രേറ്റ് ചെയിൻ ഐസോമേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? 10-1 കൊടുക്കുക. 10-1 നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ CH ബോണ്ട് C CH2 CH2 CH3. ഇതാണെന്ത്?
അപ്പോൾ പെൻറ്റ് 1 ഈ പെൻറ്റായിരുന്നു വെറുതെ പറയാം ഫസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ എന്താണ് ഈ ട്രിപ്പിൾ ബോണ്ട് സെക്കൻഡ് പൊസിഷനിൽ കൊണ്ടുവരാം. പെൻറ്റ് 2 അതിന് വരട്ടെ. CH3 C ട്രിപ്പിൾ ബോണ്ട് CH2 CH2 CH ഓ CH2 ഇല്ല, ട്രിപ്പിൾ ബോണ്ട് C ട്രിപ്പിൾ ബോണ്ട് C CH2 C. ഇതാണ് എന്ത്, ഇതാണ് പെൻറ്റ് 2 ആണ്. ഇനി ക്വസ്റ്റ്യൻ ഐസോമേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇനി അപ്പുറത്തോട്ട് ബോണ്ട് കൊണ്ടുപോയാലും നമുക്ക് വീണ്ടും കിട്ടുന്ന പെൻറ്റ് 2 ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഐസോമേഴ്സ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ചെയിനിലേക്ക് വ്യത്യാസപ്പെടും. ചെയിനിലേക്ക് വ്യത്യാസപ്പെടുത്താണെങ്കിൽ CH ട്രിപ്പിൾ ബോണ്ട് C വരയ്ക്കാം. നമുക്ക് ആ കാർബണിൽ അടുത്ത കാർബണിൽ ഒരു ബ്രാഞ്ചിങ് പോവാം. നമുക്ക് CH മേലോട്ട് CH3 CH ഇങ്ങനെ ഒരു ബ്രാഞ്ച് കൊണ്ടുപോകാം. ഇനി നമുക്ക് ബ്രാഞ്ചിങ് കൊണ്ടുവരാൻ പറ്റും. ഇതിന്റെ പേര് എഴുതുവാണെങ്കിൽ നമുക്ക് ഇത് ഫസ്റ്റ് കാർബൺ ആയതുകൊണ്ട് സെക്കൻഡ് തേർഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ്. അപ്പം 3 മീഥൈൽ ഫോർവേഡ് ബ്യൂട്ട് കൊടുക്കുക, ബ്യൂട്ട് 1 3. ഇനി നമുക്ക് ഐസോമേഴ്സ് ഒന്നും വരയ്ക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് C5 വെച്ചിട്ട് സ്ട്രക്ചറൽ ഐസോമേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Write the IUPAC names of the products obtained by the ozonolysis of the following compounds. ഇപ്പൊ തന്നേക്കുന്ന കോമ്പൗണ്ട്സിന്റെ ഓസോണോലിസിസ് വഴി ഉണ്ടാകുന്ന പ്രൊഡക്ട്സിന്റെ IUPAC നെയിം എഴുതാനാണ് പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് തന്നേക്കുന്നത് പെൻറ്റ് 2E ആണ്. ഇപ്പൊ പെൻറ്റ് 2 നമുക്ക് ആദ്യം വരയ്ക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH CH2 CH. അപ്പൊ ഇതിന് ഓസോണോലിസിസ് നടത്തിയാൽ ഇപ്പോൾ O3 റിയാക്ട് ചെയ്താൽ എന്താ കിട്ടും? നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഡബിൾ ബോണ്ട് ഉള്ള പൊസിഷനിൽ എന്താണ് കാർബൺ ഗ്രൂപ്പ് C ഡബിൾ ബോണ്ടോ വരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് ആണ് CH3 CH ഇല്ലേ, ഈ ഒരു റിംഗ് ഫോം ചെയ്യും ഇന്റർമീഡിയറ്റ് CH. റിഡക്ഷൻ നടക്കുമ്പോൾ കിട്ടുന്ന എന്തായിരിക്കും? CH3 CHOയും CH3 CH2 CHO. ജസ്റ്റ് ഡബിൾ ബോണ്ട് ഉള്ള പൊസിഷനിൽ നമ്മൾ കാർബൺ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ടെർമിനൽ പൊസിഷനിലാണ് ബ്രാഞ്ചിങ് ഇല്ലാത്ത സ്ട്രേറ്റ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. അവിടെ ബ്രാഞ്ചിങ് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കീറ്റോണും കിട്ടും. അല്ലേ? നമുക്ക് കിട്ടിയ പ്രൊഡക്ട്സ് എന്താണ്? CH3 CH1 CH3 CH2 CHO. ഇതിന് നെയിം ചെയ്യുകയാണെങ്കിൽ എന്താ നെയിം വരിക? ഇത് ഇല്ലേ, ഇഥാൻ ഫെനാൽ, ഇത് പ്രൊപ്പനൽ. ഇതാണ് നമുക്ക് ഓസോണോളിസിസ് വഴി കിട്ടിയ പ്രൊഡക്ട്സ്. ഓക്കെ, അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് 3,4 ഡൈമീഥൈൽ ഹെപ്റ്റ് 3E. അത് നമ്മൾ ഹെപ്റ്റ് 3 വരയ്ക്കും. അതപ്പോൾ 2 3 4 5 6 7. അത് തേർഡ് പൊസിഷനിൽ
ഡബിൾ ബോണ്ട് വരയ്ക്കും. ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. ഓക്കെ, ഇനി തേർഡിലും ഫോർത്തിലും ഓൾമോസ്റ്റ് ഇവിടെ. ഓക്കെ, തേർഡിലും ഫോർത്തിലും നമ്മൾ മീതയിൽ ഗ്രൂപ്പ് കൊടുക്കും. ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3. ബാക്കി ബാലൻസ് ചെയ്യുന്ന ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യും. ഇവിടെ CH3, CH2, 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 CH4. അപ്പൊ നമ്മൾ അതിന്റെ സ്ട്രക്ചർ വരും. ഇനി ഇതിന് ഓസോൺ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓസോൺ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിന് ഓത്ര വെച്ച് റിയാക്ട് ചെയ്യാനായിട്ട് കിട്ടുന്ന എന്താണ്? CH3, CH2, C, ഇവിടെ ഒരു CH3 ഇങ്ങനെ വെച്ചുകൊണ്ട് ഓസോണായിട്ട് ഫോം ചെയ്യുന്നത് മതി അല്ലേ? ഇതാണ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ സിങ്ക് വാട്ടർ വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ബ്രാഞ്ചിങ് ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ആൽഡിഹൈഡ് ആയിരിക്കും കിട്ടുന്നത്. ഡബിൾ പോസിറ്റീവ് പൊസിഷൻ്റെ അവിടെ ബ്രാഞ്ചിങ് ഇല്ലെങ്കിൽ നമുക്ക് ആൽഡിഹൈഡ് കിട്ടും, ബ്രാഞ്ചിങ് ഉണ്ടെങ്കിൽ നമുക്ക് കീറ്റോൺ ആയിരിക്കും കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സൈഡിലും ബ്രാഞ്ചിങ് ഉണ്ട്. അപ്പം കൂടെ കിട്ടുന്ന എന്താണ്? CH3, CH2, C ഡബിൾ ബോണ്ട് O CH3, ഇവിടുത്തെ നമുക്ക് CH3, C ഡബിൾ ബോണ്ട് O, CH2, CH2, CH. ഇതാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നെയിം ചെയ്യുകയാണെങ്കിൽ എന്താ വരും? ഇതിന്റെ പേര് എന്താണ്? 4 കാർബൺ ഉണ്ട്, സെക്കൻഡ് പൊസിഷനിൽ CO ഗ്രൂപ്പ് വന്നു. ഇത് ബ്യൂട്ട്, ബ്യൂട്ടൻ 2 ഓൺ അല്ലേ? സെക്കൻഡ് പൊസിഷനിൽ കീറ്റോൺ ഗ്രൂപ്പ് ബ്യൂട്ടാൻ 2 ഓൺ. ഇവിടെ ആണെങ്കിൽ 5 കാർബൺ ഉണ്ട്. 5 കാർബണിൽ സെക്കൻഡ് പൊസിഷനിൽ കീറ്റോൺ ഗ്രൂപ്പ്. ഇവിടെ പെൻഡ് ആൻഡ് 2 ഓൺ. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രൊഡക്ട്സ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് 2 ഇതേൽ ബ്യൂട്ട് 1 2 ഇതേൽ ബ്യൂട്ട് 1 നമുക്ക് ആദ്യം വരയ്ക്കും. ആദ്യം 4 കാർബൺ വരയ്ക്കുക. നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ഡബിൾ ബോണ്ട് വരയ്ക്കുക. ആദ്യം സെക്കൻഡ് കാർബണിൽ ഈതൽ ഗ്രൂപ്പിനെ കൊടുക്കുക. ബാക്കി ബാലൻസ് നമ്മൾ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യും. ഇവിടെ CH2, CH2, CH അല്ലേ? ഇതിന് നമ്മൾ ഓസോണിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്താണ്? ഡയറക്റ്റ് എഴുതി നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെ കിട്ടുന്നത്? ഇവിടെ നമുക്ക് HCHO വരും ഒരെണ്ണം. ബാക്കി എന്താ? CH3, CH2, C ഡബിൾ ബോണ്ട് O അല്ലേ? ആ ഈതൽ ഗ്രൂപ്പ് ആദ്യം എഴുതി, പിന്നെ C ഡബിൾ ബോണ്ട് O വന്നു. ബാക്കിയുള്ളത് ഇങ്ങോട്ടുള്ള എഴുതുക. CH2, CH. ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ട് പ്രൊഡക്ട്സ്. ഓസോൺ ലിസ്റ്റ് വഴി കിട്ടുന്ന പ്രൊഡക്ട്സ് ഇതാക്കിയത്. ഒന്ന് മെത്തനാലാണ് അല്ലേ? മെത്തനാൽ. രണ്ടാമത് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? 5 കാർബൺ ഉണ്ട്, തേർഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് കീറ്റോൺ ഗ്രൂപ്പ് വന്നപ്പോൾ നമുക്ക് പെൻഡാൻ 3 ബോണ്ട്. ഇത് രണ്ടാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ഓസോൺ ലിസ്റ്റ് വഴി. ഓക്കെ, 1 ഫിനൈൽ ബ്യൂട്ട് 180. 1 ഫിനൈൽ ബ്യൂട്ട് 1. അപ്പം ആദ്യം ബ്യൂട്ട് എഴുതുക, 4 കാർബൺ എഴുതുക. എന്നിട്ട് ഫസ്റ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ടും ഫസ്റ്റ് കാർബണിൽ തന്നെ ഫിനൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുക. ഇവിടെ C6 ഉണ്ടാവും.
ഈ ബെഞ്ചിൽ നിന്ന് പറയും എവിടെ ബാക്കി വാലൻസുകൾ ഫില്ല് ചെയ്യും. ഇങ്ങനെയാണ് എൻ്റെ സ്ട്രക്ചർ വരിക. ഇങ്ങനെ ഓർത്തോന്ന് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ഡബിൾ ബോണ്ട് സ്ഥലത്ത് നമുക്ക് ഈ ഡബിൾ ബോണ്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സി എച്ച് അല്ലേ? എന്നിട്ട് എന്തായിരിക്കും? CH3 CH2 CHO. എന്തൊക്കെ നമുക്ക് കിട്ടിയത്? ഇവിടെ നമുക്ക് ബെൻസാൽഡിഹൈഡും പ്രൊപ്പനായിരിക്കും അല്ലേ? ബെൻസാൽഡിഹൈഡും പ്രൊപ്പനാലും കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. 9.5 എന്താണ് പറയുന്നത്? ആൽക്കീൻ എ ഓൺ ഓസോണിലിസിസ് ഗീവ് എ മിക്സ്ചർ ഓഫ് എത്തനാൽ ആൻഡ് പെൻഡാൻ ത്രിയോൺ. അപ്പോൾ ഒരു ആൽക്കീൻ നമ്മൾ ഓസോണിലിസിസ് ചെയ്തപ്പോൾ എത്തനാലും പെൻഡാൻ ത്രിയോണും കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൽക്കീനിന്റെ സ്ട്രക്ചറും IUPACയും എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്താണ്, നമ്മൾ ആൽക്കീനെ എഴുതിയിട്ട് ഓസോണിൽ ചെയ്ത് നമുക്ക് പ്രൊഡക്ട്സ് പോകാം. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത അതാണ്. പക്ഷെ എന്താ ഇവിടെ ഇപ്പൊ അതിന്റെ റിവേഴ്സ് ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. നമുക്ക് തന്നേക്കുന്ന പ്രൊഡക്ട്സ് തന്നിട്ടുണ്ട്, ഓസോണിലിസ്റ്റ് വഴി നമുക്ക് കിട്ടിയ പ്രൊഡക്ട്സ് തന്നിട്ടുണ്ട്. അതായത് അവിടുത്തെ ആൽക്കീൻ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ പ്രൊഡക്ട്സ് എഴുതാം. ഇത്തനാൽ നമുക്ക് ആദ്യം എഴുതാം. CH3 CHO. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ കാർബോക്സിൽ ഗ്രൂപ്പ് എൻഡിൽ വരുന്ന രീതിയിൽ നമ്മൾ എഴുതുക. എന്നിട്ട് എന്താണ് നമ്മൾ ഡബിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക, നമുക്ക് ആൽക്കീൻ കിട്ടും. അതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ്. രണ്ടാമത് എന്താണ്? പെൻഡാൻ 3 ഓൺ ആണ്. പെൻഡാൻ 3 ആണെങ്കിൽ നമ്മുടെ ഡബിൾ ബോണ്ട് ഓവർ എഴുതുക 3 ഓൺ. ഓക്കെ, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ ഒരു CH2. ഇതാണ് ഒരു പെൻഡാൻ 3 ഓൺ എഴുതി ഇത്തനാലും എഴുതും. നമ്മൾ ജോയിൻ ചെയ്ത് അവിടെ ഡബിൾ ബോണ്ട് ആക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന ബോണ്ട് എന്തായിരിക്കും? CH3 CH2 ഡബിൾ ബോണ്ട് C2H5 അല്ലേ? മേലോട്ട് ഈതൽ ഗ്രൂപ്പ് ഉണ്ട് CH2 CH. ഇതായിരിക്കും നമ്മുടെ സ്ട്രക്ചർ കോമ്പൗണ്ട് അല്ലെ ആൽക്കീൻ എന്ന് പറഞ്ഞ ഇതായിരിക്കും. ആൽക്കീന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഇതായിരിക്കും. ഇനി നമ്മൾ ഇതിനെ നെയിം ചെയ്യാം. നെയിം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്പർ 1 2 3 4 5. അപ്പൊ തേർഡ് പൊസിഷനിൽ നമുക്കൊരു ഈതൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം 3 ഈതൈൽ പെൻഡ് QE. ഇതാണ് എന്റെ പേര്. ഈ കോമ്പൗണ്ട് ഓസോണിസ് ചെയ്താലും നമുക്ക് കിട്ടാൻ പ്രൊഡക്ട്സ് ഏതൊക്കെയായിരിക്കും? ഇത്തനാലും പെൻഡാൻ 3 ഓൺ. ഓക്കെ, ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ.